ഇന്നലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നല്ല രണ്ട് ട്രേഡ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡായിരുന്നു അത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അറൗണ്ട് ഒരു 80-70% ടാർഗറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡായിരുന്നു അത്. ന്യൂയോർക്ക് സെഷൻ തുടങ്ങിയൊരു പകുതിയായതിനു ശേഷം മുകളിലോട്ടൊരു റാലി. ലണ്ടൻ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ഇതായിരുന്നു. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഫസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഏഷ്യ സെഷൻ്റെ ലോ ആയിരുന്നു. ഏഷ്യൻ്റെ പ്രീ സെഷന് വളരെ ബുള്ളിഷായിരുന്നു. സോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നത് ഏഷ്യ ലോ ആണ് മാർക്കറ്റിന് എടുക്കാവുന്ന ഏറ്റവും മാക്സിമം ലിക്വിഡിറ്റി. മാർക്കറ്റ് അത്രയും വീക്കാണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് താഴോട്ട് പോകേണ്ടിയുള്ളൂ. സോ വളരെ സിമ്പിളായിരുന്നു. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി റാലി ചെയ്യുന്നത് കണ്ടപ്പം ഈ ഒരു ഹൈന് മുകളിലോട്ട് എത്തിയതിന് ശേഷം ചെറിയൊരു പോർഷൻ എക്സിറ്റ് ചെയ്തു. ദെൻ ഇവിടുന്ന് റീബൗണ്ട്സ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സോണായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ബൈ സൈഡ് ഇംബാലൻസ് ആൻഡ് സെൽ സൈഡ് ഇനഫിഷ്യൻസിയാണ്, ബിസിയാണ്. സോ ഇതിൻ്റെ 50% വളരെ ക്രൂഷ്യലായിരിക്കും ഇഫ് ഇറ്റ്സ് എ ലിക്വിഡിറ്റി ഹണ്ട്. ഇതൊരു മുകളിലോട്ടുള്ള ഈ ഒരു ഈക്വൽ ഹൈ ആണ് ഹണ്ട് ചെയ്യുന്നത് അറ്റ് ദ മൊമെൻറ്റ് ഹണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലണ്ടൻ സെഷൻ കഴിയുന്നതിന് മുമ്പാണ് ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി ഇതിൻ്റെ 50% മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ടാർഗറ്റ് അറ്റാക്ക് ചെയ്യണം, ഈ ഒരു ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്യണം. സോ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് ഡ്രോപ്പ് വന്നപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തു. ന്യൂയോർക്ക് സെഷനിൽ വന്നിട്ടുള്ളൊരു ട്രേഡായിരുന്നു അത്. ന്യൂയോർക്ക് സെഷൻ ഇതുപോലെ തന്നെ വ്യൂ സെയിം ആയിരുന്നു. സെൽ സൈഡ് ലിക്വിഡിറ്റിൻ്റെ ഏറ്റവും വിലോ എന്ന് പറയുന്നത് ഏഷ്യ സെഷൻ മാത്രമായിരുന്നു എന്നല്ല എൻ്റെ മൈൻഡിൽ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ റീസണാണ് US ഡോളർ വാസ് ഡൂയിങ് ദ സെയിം തിങ്. ആൻഡ് ഓൾസോ US 10Y അതുപോലെ തന്നെയായിരുന്നു ഇന്നലത്തെ ബിഹേവിയർ US 10Yയുടെ. സോ ദിസ് വാസ് ദ റീസൺ. സെയിം എൻട്രി ടെക്നിക്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് കൺസിസ്റ്റൻ്റ്ലി താഴോട്ട് വന്നു. ബട്ട് മാർക്കറ്റ് ആകെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത ഈ ഒരു ഏരിയയുടെ ഈ ലോ മാത്രം എടുത്തു. മാർക്കറ്റ് ഡസൻ വാണ്ട് ഗോ ലോ ഹിയർ. ഇവിടുന്ന് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരേണ്ട ആവശ്യമില്ലായിരുന്നു മാർക്കറ്റിന്. ഇഫ് മാർക്കറ്റ് വാണ്ട്സ് ടു ഗോ ലോവർ. മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് 1 മിനിറ്റിൽ ചെറിയൊരു ലിക്വിഡിറ്റി സ്വീപ്പ് പോലുള്ളൊരു സംഗതി തന്നു. വി ഡോണ്ട് നോ വിച്ച് ഈസ് ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. ഈ ഈക്വൽ ലോസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ദെൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ നോക്കി നമുക്ക് മനസ്സിലാവും. ഈ മാർക്കറ്റിന് താഴോട്ട് പോകേണ്ട മാർക്കറ്റാണെങ്കിൽ ഇത് ഇവിടുന്ന് നേരെ താഴോട്ട് വരേണ്ടതാണ്. ലൈക്ക് ദിസ് ഇങ്ങനെ താഴോട്ട് വരേണ്ട മാർക്കറ്റാണ്. പക്ഷെ അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ റീസൺ. ആ റീസണാണ് ഇവിടുന്ന് തിരിച്ചു പോയ മാർക്കറ്റിനെ, ബെയറിഷ് ആയിരുന്ന മാർക്കറ്റിനെ, ഈവൻ ദോ എവറിത്തിങ് വാസ് ബെയറിഷ്, ഓക്കെ, അവിടെ നിന്നാണ് വീണ്ടും ഈ ഒരു ചേഞ്ച് ഓഫ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ചെറിയൊരു ഫേക്ക് മൂവ് തന്നതിന് ശേഷം ആസ് യൂഷ്വൽ FVGൻ്റെ 50% വന്നു, നമുക്ക് ട്രേഡ് ക്ലിയർലി തന്നു. ടാർഗറ്റിൻ്റെ ജസ്റ്റ് ബിഫോർ ആയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. ബട്ട് ലൈക്ക് ഓൾവേസ് ഫസ്റ്റ് ചെറിയൊരു പോർഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തു, വേറൊരു ചെറിയ പോർഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തു, ബാക്കിയുള്ളൊരു പോർഷൻ ഈ ഒരു ഏരിയയുടെ താഴോട്ട് വന്നപ്പോൾ എക്സിറ്റ് ചെയ്തു. ഇതായിരുന്നു ഇന്നലത്തെ ട്രേഡ് പ്ലാൻ.